എല്ലാവർക്കും അറിയേണ്ടത് സവാള അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ വെല്ലുള്ളി എന്നൊക്കെ പറയാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് സവാള ഉപയോഗിക്കുന്നതിൻ്റെ അളവ് ലോകമൊട്ടാകെ 25% കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഏകദേശം 44 മില്യൺ ടണ്ണാണ് സവാള ഒരു വർഷത്തിൽ ലോകത്തൊട്ടാകെ ഉണ്ടാക്കുന്നത്. ഇത് റാങ്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് പുറകെ 2ാമത്തെ സ്ഥാനത്താണ്. സവാളയുടെ മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ മാസങ്ങളോളം കേടാവാതെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് വളരെ എളുപ്പത്തിൽ നടക്കും. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഷിപ്പിംഗ് എളുപ്പമായതുകൊണ്ട് തന്നെ പച്ചക്കറി മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടോപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത്. സവാളേൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും ഇതിലടങ്ങിയിരിക്കുന്ന 2 മെയിൻ ആയിട്ടുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് കാരണമാണ്. അതിലൊന്ന് ഫ്ലേവനോയിഡ്സ് ആണ്. രണ്ടാമത്തതിൻ്റെ പേര് ACSOS എന്നാണ്. അതിൻ്റെ ഫുൾ ഫോം ആൽക്കനൈൽ സിസ്റ്റീൻ സൾഫോക്സൈഡ്സ് എന്നാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഫ്ലേവനോയിഡ്സ് തന്നെ 2 തരത്തിൽ എല്ലാ സവാളയിലും ഉണ്ടാകും. ഇതിൻ്റെ ഈ പുറത്തുള്ള ചുവപ്പ് നിറം, പർപ്പിൾ നിറം, അത് തരുന്നത് ആന്തോസയാനിൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഫ്ലേവനോയിഡ്സ് ആണ്. ഇനി മറ്റൊരു തരത്തിലുള്ള ഫ്ലേവനോയിഡ് എന്ന് പറയുന്നത് ഫ്ലേവനോൾസ് ആണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ക്യൂർസിറ്റിൻ എന്ന് പറയുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മറ്റു ചില സവാളയ്ക്കൊക്കെ കളറ് യെല്ലോ ആയിരിക്കും, ചിലപ്പം ബ്രൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള സവാളയൊക്കെ കണ്ടിട്ടുണ്ടാകും. അത് ആ കളർ തരുന്നത് ഇത്തരത്തിലുള്ള ക്യൂർസിറ്റിൻ എന്ന് പറയുന്ന ഫ്ലേവനോൾസ് ആണ്. ഫ്ലേവനോയിഡ്സ് അല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു 2ാമത്തെ തരത്തിലുള്ള കോമ്പൗണ്ട്സിൻ്റെ പേര് ACSOS എന്നാണ്. ഈ ACSOSന് ഒരു തരത്തിലുള്ള എൻസൈം ഉണ്ട്. ആലിനേസ് എന്ന് പറയുന്ന ഈ എൻസൈം ACSOSൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ പ്രത്യേക തരത്തിലുള്ള വാസനയും ആ രുചിയും ഒക്കെ കിട്ടുന്നത്. ഈ ഒരു എൻസൈം ഉള്ളിലുള്ള ACSOSൽ ആക്ട് ചെയ്തിട്ടാണ് പലതരത്തിലുള്ള സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് തയോസൾഫൈഡ്സ്, തയോസൾഫേറ്റ്സ്, മോണോ ട്രൈ സൾഫൈഡ്സും. അടുത്തതായി ഈ പറയുന്ന കോമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇനി പറയാൻ പോകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം സയൻറ്റിഫിക് എവിഡൻസോട് കൂടിയിട്ടുള്ളതാണ്. അതിലാദ്യം പറയാനുള്ളത് ആൻറ്റി കാർസിനോജനിക് പ്രോപ്പർട്ടീസ് ആണ്. ആൻറ്റി കാർസിനോജനിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ തടയാനുള്ള പ്രോപ്പർട്ടി. പല സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം, സവാള നമ്മൾ മീറ്റ് അല്ലെങ്കിൽ മാംസം പാചകം ചെയ്യുന്നതിന് കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്റിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള തരത്തിലുള്ള കെമിക്കൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആക്ടിവിറ്റി കുറച്ചു നിർത്തുന്നതാണ്. 2ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റിയാണ്. അതായത് നമ്മളുടെ രക്തത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള കോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെന്നുണ്ടെങ്കിൽ അത് രക്തക്കുഴലിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും രക്തം കട്ട പിടിക്കാൻ ഈ പ്ലേറ്റ്ലെറ്റ്സ് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ ഒരു തരത്തിലുള്ള ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അതായത് പ്ലേറ്റ്ലെറ്റിൻ്റെ ആക്ടിവിറ്റി കുറച്ച് നിർത്തിയിട്ടാണ് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന പ്രവർത്തനം അവർ ചെയ്യുന്നത്. അതേ പ്രോപ്പർട്ടി സവാളയിലുള്ള ചില ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എതെറോസ്ക്ലിറോസിസും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ സവാളയെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. ഇതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ആൻറ്റി ത്രോംബോട്ടിക് പ്രോപ്പർട്ടി. അതായത് ത്രോംബസ് ഉണ്ടാവുന്നത് കുറച്ച് നിർത്താൻ പറ്റും. ത്രോംബസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിലാണ് എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അവിടെ രക്തം പോയി കട്ട പിടിച്ചിട്ട് അവിടെ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് അട്ടി കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ രക്തക്കുഴലിനുള്ളിൽ കൂടെ രക്തോട്ടം കൃത്യമായിട്ട് നടക്കില്ല. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ചെറിയ തരത്തിലുള്ള പ്ലാക്ക്, അതിനെയാണ് നമ്മൾ ത്രോംബസ് എന്ന് പറയുന്നത്. ഈ ത്രോംബസ് ആ ഉണ്ടായ ഭാഗത്ത് മാത്രം നിൽക്കുന്നതിന് പകരം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ നീങ്ങുകയും ചെയ്യാം. അതിനെയാണ് നമ്മൾ എംബോളസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ത്രോംബസ് ഫോർമേഷനാണ്. അതും കുറച്ച് നിർത്താനുള്ള കഴിവ് സവാളയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. ഇനി കുറഞ്ഞ ലെവലിൽ മാത്രം സയൻറ്റിഫിക് എവിഡൻസ് ഉള്ള മറ്റ് 2 പ്രോപ്പർട്ടീസാണ് ആൻറ്റിബയോട്ടിക് ഇഫക്റ്റും ആൻറ്റി ആസ്മാറ്റിക് പ്രോപ്പർട്ടിയും. അതായത് ആസ്മാറ്റിക് അറ്റാക്സ്, ആസ്മ വരുന്നവർക്ക് മനസ്സിലാവും. അത് കുറച്ച് നിർത്താനുള്ള പ്രോപ്പർട്ടി ഇതിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് കുറവാണ്, പക്ഷേ ഇതും രണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സവാളയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റഡീസ് നോക്കുന്നത് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾ വൈറ്റമിൻ ഇയോ വൈറ്റമിൻ സിയോ ഗ്ലൂട്ടാത്തയോണോ ഇതിനെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും മികച്ച പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്, നമ്മുടെ ശരീരത്തിൽ ഓരോ സമയം എല്ലാ സമയവും ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാലാണ് ഏജിങ് പ്രോസസ്സ് പെട്ടെന്ന് സ്പീഡപ്പ് ആവുന്നത്.
നമ്മളുടെ DNA അത് ഡാമേജ് ചെയ്യും. നമ്മളുടെ സെൽസിനെ പെട്ടെന്ന് അത് മരണത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാൻസറും പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഫ്രീ റാഡിക്കൽസ് ആണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ തെരഞ്ഞ് കണ്ടുപിടിച്ച് നശിപ്പിക്കാനുള്ള കഴിവ് ആൻറ്റി ഓക്സിഡൻസിന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടണമെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടണം. സവാള അല്ലെങ്കിൽ വെല്ലുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് പലതരത്തിലുള്ള ക്യാൻസർ റിസർച്ചസിലും കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിര രോഗം കുറച്ച് നിർത്താനുള്ള കഴിവുണ്ടെന്നും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാനുള്ള കഴിവുണ്ടെന്നും വാസ്കുലർ ഡാമേജസ്, അതായത് നമ്മളുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ നടക്കുന്ന തരത്തിലുള്ള ഡാമേജസ്, ഇത് കാരണമാണ് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ കാര്യമായിട്ട് വരുന്നത്, അത് കുറച്ച് നിർത്താനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നും അതുപോലെ തന്നെ നമ്മളുടെ സെല്ലിൻ്റെ DNA അതിലുണ്ടാവുന്ന ഡാമേജ് കുറച്ച് നിർത്താനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സവാളയിൽ അടങ്ങിയിരിക്കുന്ന ഫിനോളിക് കോമ്പൗണ്ട്സിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് മെയിനായിട്ട് 4 തരത്തിലുള്ള ഇന്ത്യൻ സവാളയിലാണ്. ഒന്ന് റെഡാണ്, മറ്റൊന്ന് ഗ്രീൻ കളറിലുള്ളത്, വയലറ്റ് കളറിലുള്ളതും വൈറ്റ് കളറിലുള്ള സവാളയിലൊക്കെ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് മുമ്പേ തന്നെ നടത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെയാണ് സവാള കഴിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കഴിക്കാം. നിങ്ങൾ തണുപ്പിച്ചതിന് ശേഷം റെഫ്രിജറേറ്ററിൽ വെച്ചതിന് ശേഷം കഴിക്കാം. മൈക്രോവേവ് ഓവനിൽ ചൂടാക്കിയതിന് ശേഷം വേണമെങ്കിൽ കഴിക്കാം. റോസ്റ്റ് ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടും വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. വല്ലപ്പോഴും ഒക്കെ കഴിക്കാം. എല്ലാ സമയത്തും കഴിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും സവാള നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്ന പച്ചക്കറീൻ്റെ അളവ് കുറവാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൂടുതൽ പച്ചക്കറി കഴിക്കാൻ വേണമെങ്കിൽ സവാളേൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ എല്ലാ രീതിയിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ചോപ്പിംഗ് ആവട്ടെ, റോസ്റ്റിംഗ് ആവട്ടെ, തണുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചൂടാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും സവാളയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവനോൾസിൻ്റെ അളവും ആന്തോസയനിൻസിൻ്റെ അളവും കുറയുന്നില്ല എന്നും സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മറ്റ് ചില സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം, സവാളേൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ, ഇതിനെ ബൾബ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്, ഈ ബൾബിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലാണ് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് തന്നെ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീൻ്റെ അളവ് അത് കുറഞ്ഞു വരും. സവാളയിൽ മെയിനായിട്ട് ഈ പറഞ്ഞ ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് മാത്രമല്ല, വെള്ളമുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് മെയിനായിട്ടും ഗ്ലൂക്കോസും ഫ്രക്ടോസും സൂക്രോസും ആണ്. ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് മാറുന്നതിനനുസരിച്ചിട്ടും സവാളേൻ്റെ ഫ്ലേവർ മാറാം, അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, പഞ്ചൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് അത് മാറാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സവാള കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ മധുരം, അതെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. അത് ഓരോ തരത്തിലുള്ള സവാളയിലും സവാളേൻ്റെ വെറൈറ്റി മാറുന്നതിനനുസരിച്ചും ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിലാണ്, ഈ തോലിലല്ല, പക്ഷേ അതിൻ്റെ ജസ്റ്റ് അകത്തുള്ള ലെയറിൽ. അധികം ആൾക്കാരും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ തോല് ഇത് കളയുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറും കളയും. അതിപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് കിട്ടുന്ന അളവ് കുറവായിരിക്കും. അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ വെറും ഈ തോല് മാത്രം കളഞ്ഞിട്ട് ഇത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സവാള നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും കൂടി കിട്ടാവുന്നതാണ്. ഇനി എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം, തീർച്ചയായിട്ടും കാണുക. സവാളയ്ക്ക് ഇത്രയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനെക്കൊണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം, ഞാൻ ഇനി കുറച്ചും കൂടിയും കൂടുതൽ സാധാരണ രീതിയിലും കഴിക്കുന്നതിലും കൂടുതൽ അളവിൽ സവാള മറ്റു തരത്തിലുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കും. എൻ്റെ അമ്മ പറയാറുണ്ട്, ഞാൻ ചെറുതാവുന്ന സമയത്ത് സവാള നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു, പക്ഷേ അതിപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കാരണം, ആ സ്മെല്ല് കാരണം, അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്ത് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ സവാള കഴിച്ചത് കുറച്ചത്. പക്ഷേ ഇനി അത് കൂട്ടണം, കാരണം നമ്മളെല്ലാവരും കഴിക്കുന്ന പച്ചക്കറീൻ്റെ അളവ് കുറവാണ്. ഇനി സവാള പച്ചക്കറി മാത്രമായിട്ടല്ല, ചില നാടുകളിൽ ഇതിനെ സ്പൈസസ് ആയിട്ടും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സവാളേൻ്റെ ഈ വീഡിയോ പോലെ തന്നെ മഞ്ഞളുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞളുടെ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞളുടെ കൂടെ കുരുമുളകിൻ്റെ പൊടി ചേർത്തി കഴിക്കാറുണ്ട്. നമ്മളുടെ ഭക്ഷണ രീതി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വേണമെങ്കിൽ ഒരു തരത്തിലുള്ള എക്സ്പെരിമെൻ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇനി സവാള ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എനിക്കറിയേണ്ടത്, ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം സവാളേൻ്റെ എന്ത് തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടാൻ നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹം, അതിനുവേണ്ടി എന്തൊക്കെ തരത്തിലുള്ള പുതിയ റെസിപ്പീസാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി സവാള കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വെളുത്തുള്ളിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.